സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിനകത്ത് നമ്മൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്, അതുപോലെ ഡെവലപ്മെൻറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് പറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് ആപ്പും കൂടിയാണ് ഇവിടെ പറയുന്നത്. ആൻഡ്രോയിഡ് ഈസ് എൻ ഓപ്പൺ സോഴ്സ് ആൻഡ് ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ മൊബൈൽ ഡിവൈസസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ് കമ്പ്യൂട്ടർ. നമുക്കറിയാം ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് നമ്മൾ എന്ത് പേർപ്പസസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഇറ്റ്സ് എ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മൊബൈലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ്രോയിഡ് വാസ് ഡെവലപ്ഡ് ബൈ ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് ലീഡ് ബൈ ഗൂഗിൾ ആൻഡ് അതർ കമ്പനീസ്. ഗൂഗിൾ ആണ് ഇതിന്റെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ആൻഡ്രോയിഡ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ആസ് അഡ്വാൻസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ഡിജിറ്റൽ ക്യാമറ. ഡിജിറ്റൽ ക്യാമറയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടാണ് ഇതിനെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ദർ ആർ മോർ ദാൻ 4 lakh ആപ്പ് ഇൻ ആൻഡ്രോയിഡ് മാർക്കറ്റ്. നമുക്ക് ആൻഡ്രോയിഡ് മാർക്കറ്റിൽ 4 lakh above ആപ്സ് അവൈലബിൾ ആണ്. അതുപോലെ ആൻഡ്രോയിഡ് ഈസ് എൻ ഓപ്പൺ സോഴ്സ്. നമ്മൾ പറഞ്ഞ ഓപ്പൺ സോഴ്സ് ആണ്, എനി പേർപ്പസസിന് വേണ്ടിയിട്ട് നമുക്ക് എനി ടൈം ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഫസ്റ്റ് വൺ, നമുക്കറിയാം നമ്മൾ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം എല്ലാവരും ആൻഡ്രോയിഡ് OS യൂസ് ചെയ്തിരിക്കുന്ന ഫോണാണ് കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ബ്യൂട്ടിഫുൾ യൂസർ ഇന്റർഫേസ് ആണ്, കാണുമ്പോൾ തന്നെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ കണക്ടിവിറ്റി, നമുക്ക് ഏത് വൈഫൈ ആയിട്ടോ NFC ആയിട്ട് വൈമാക്സ് ആയിട്ട് GSM, IDN, CDM, ബ്ലൂടൂത്ത്, UMTS ഇതൊക്കെ ആയിട്ട് നമുക്കിവിടെ കണക്ടിവിറ്റി ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റോറേജ് SQLite, എ ലൈറ്റ് വെയ്റ്റ് റിലേഷണൽ ഡാറ്റാബേസ് ഈസ് യൂസ്ഡ് ഫോർ ഡാറ്റാ സ്റ്റോറേജ് പർപ്പസ്. ഇതിന്റെ ഡാറ്റാ സ്റ്റോറേജ് പർപ്പസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. SQLite ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ മീഡിയ സപ്പോർട്ട്, എല്ലാ ടൈപ്പ് മീഡിയാസിനും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോസ് ആണെങ്കിലും അതുപോലെ ഓഡിയോസ്, ഇമേജസ് എല്ലാത്തിനും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. H.263, H.264, MPEG, JPEG, PNG, GIF, BMP അങ്ങനെ കുറെ മീഡിയാസിന് ഇതിൽ സപ്പോർട്ട്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് മെസ്സേജിംഗ് ആണ്. ഇവിടെ MMSഉം അതുപോലെ SMS-ഉം ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ വെബ് ബ്രൗസർ ബേസ്ഡ് ഓൺ ദ ഓപ്പൺ സോഴ്സ് WebKit ലേഔട്ട് എഞ്ചിൻ coupled with Chrome's V8 JavaScript engine supporting HTML5 and CSS3. ഇവിടെ നമുക്ക് എല്ലാ ബ്രൗസേഴ്സും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രോം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ബ്രൗസേഴ്സും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ മൾട്ടി ടച്ച്, ആൻഡ്രോയിഡ് ഹാസ് നാറ്റീവ് സപ്പോർട്ട് ഫോർ മൾട്ടി ടച്ച് വിച്ച് വാസ് ഇനീഷ്യലി മെയ്ഡ് അവൈലബിൾ ഇൻ ഹാൻഡ്സെറ്റ് സച്ച് ആസ് ദ HTC Hero. ഇവിടെ നമുക്ക് മൾട്ടി ടച്ച് ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ സൂം ചെയ്യുമ്പോഴൊക്കെ മൾട്ടി ടച്ച് യൂസ് ചെയ്യാൻ പറ്റും. HTC ആണ് ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ മൾട്ടി ടാസ്ക്, മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. യൂസർ ക്യാൻ ജംപ് ഫ്രം വൺ ടാസ്ക് ടു അനദർ ആൻഡ് സെയിം ടൈം വേരിയസ് ആപ്ലിക്കേഷൻ ക്യാൻ റൺ സൈമൾട്ടേനിയസ്ലി. മോർ ദാൻ വൺ ആപ്സിനെ നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ വീഡിയോസോ സോങ്സോ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വാട്സപ്പിൽ ചാറ്റിങ്ങോ അങ്ങനെയുള്ള മൾട്ടി ടാസ്കിങ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ റീസൈസബിൾ വിഡ്ജറ്റ്സ്, നമുക്ക് വിഡ്ജറ്റ്സ് യൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ വിഡ്ജറ്റ്സിനെല്ലാം റീസൈസ് ചെയ്യാൻ പറ്റും. നമ്മളെ ആവശ്യത്തിനനുസരിച്ച് അതിനെ ചെറുതാക്കി വെക്കാനും വലുതാക്കി വെക്കാനൊക്കെ പറ്റും. Widgets are resizable, so user can expand them to show more content or shrink them to save space. Then multi-language, അതായത് കുറേ ലാംഗ്വേജസ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. സിംഗിൾ ഡയറക്ഷൻ ആൻഡ് ബൈ ഡയറക്ഷണൽ ടെക്സ്റ്റ്, നമുക്ക് ചില സമയത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, അതുപോലെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മോർ ദാൻ വൺ ലാംഗ്വേജസ് ഇതിൽ സപ്പോർട്ട്. ദെൻ GCM, Google Cloud Messaging, is a service that let developers send short message data to their user on Android device without needing a proprietary synchronized solution. Google Cloud Messaging ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ സിങ്ക്രണൈസേഷനിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നടക്കും. Then Wi-Fi Direct, a technology that let app discover and their directory over a higher bandwidth peer-to-peer. അതായത് വൈഫൈ ഒക്കെ നമുക്ക് ഇവിടെ ഡയറക്ട്ലി കണക്ട് ചെയ്യാൻ പറ്റും. Then Android Beam, a popular NFC based technology that let user instantly share. നമുക്ക് എന്തെങ്കിലും ഡാറ്റ ഷെയർ ചെയ്യാനൊക്കെ ഇത് NFC-യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Then next, advantages of Android operating system. Android is an open source OS based on Linux. നമുക്കറിയാം ഇത് ഓപ്പൺ സോഴ്സ് ആണെന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആകുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ആണ്. ഏത് സമയത്ത് ആക്സസ് ചെയ്തെടുക്കാം, എന്ത് ചേഞ്ചസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കോഡിനെ യൂസ് ചെയ്യാം. യൂസ്ഡ് ഇൻ സ്മാർട്ട് ഫോൺ, സ്മാർട്ട് വാച്ച് എക്സെട്ര.
സ്മാർട്ട് ഫോണിലും സ്മാർട്ട് വാച്ചിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ കാരണം നമുക്ക് അത്രയും യൂസർ ഫ്രണ്ട്ലി ആണ്. ആൻഡ്രോയിഡ് ഓഫർ എ യൂണിഫൈഡ് അപ്രോച്ച് ടു ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഫോർ മൊബൈൽ ഡിവൈസസ്. എല്ലാം നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഡിഫിക്കൽട്ടി ഒന്നും ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ദെൻ സോഴ്സ് കോഡ് ഫോർ ആൻഡ്രോയിഡ് ഈസ് അവൈലബിൾ അണ്ടർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ലൈസൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പൺ സോഴ്സ് ആണ്. ഇറ്റ് അലൗ അണ്ടർ ടു ക്രിയേറ്റ് ഡിഫറെന്റ് ആപ്പ് ബൈ ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് ഈച്ച് ഓഫ് ദ ഡിവൈസ് ക്യാരക്ടറിസ്റ്റിക്. കുറേ ആപ്സ് ഇതിന് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ആൻഡ്രോയിഡ് സെറ്റപ്പ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഫോളോയിങ് ഈസ് ദ ലിസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ യു വിൽ നീഡ് ബിഫോർ യു സ്റ്റാർട്ട് യുവർ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. നമ്മളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ്വെയർസ് അത്യാവശ്യമാണ്. ഫസ്റ്റ് വൺ ജാവ JDK, സെക്കൻഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഇത് രണ്ടുമാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ സെറ്റപ്പ് ജാവ ഡെവലപ്മെന്റ് കിറ്റ് JDK. ആദ്യം തന്നെ നമ്മൾ ജാവ ഡെവലപ്മെന്റ് കിറ്റിനെ നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യു ക്യാൻ ഡൗൺലോഡ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ജാവ JDK ഫ്രം ഒറാക്കിൾസ് ജാവ. ഫസ്റ്റ് നമ്മൾ JDK ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒറാക്കിൾ ജാവയിൽ പോയിട്ട് ജാവ JDK അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനെ ഡൗൺലോഡ് ചെയ്യണം. യു വിൽ ഫൈൻഡ് ദ ഇൻസ്ട്രക്ഷൻ ഫോർ ഇൻസ്റ്റാളിംഗ് JDK ഇൻ ഡൗൺലോഡഡ് ഫയൽ. ഫോളോ ദ ഗിവൺ ഇൻസ്ട്രക്ഷൻ ടു ഇൻസ്റ്റാൾ ആൻഡ് കോൺഫിഗർ ദ സെറ്റപ്പ്. നമുക്ക് JDK ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് വേണം ഇൻസ്റ്റാളും കോൺഫിഗർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനലി സെറ്റ് പാത്ത് ആൻഡ് ജാവ ഹോം എൻവയോൺമെന്റ് വേരിയബിൾ to refer to the directory that contain Java and Javac. Typically Java install directory or bin and Java install directory represent. നമ്മൾ ആ പാത്തൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നോർമലി ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ. ദെൻ ആൻഡ്രോയിഡ് IDE. There are so many sophisticated technologies available to develop Android application. The familiar technologies which are predominantly using tool as follows. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ഫെമിലിയർ ടെക്നോളജീസ് ഉണ്ട്. നമ്മൾ കുറേ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൂൾസ് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വൺ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, ദെൻ എക്ലിപ്സ് IDE. ഇൻസ്റ്റാളേഷൻ ഓഫ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. നമ്മൾ സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. ഡൗൺലോഡ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. JDK ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോന്റെ ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അവിടെ മേക്ക് ഷുവർ ചെയ്യണം നമ്മൾ JDK ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. മേക്ക് ഷുവർ ബിഫോർ ലോഞ്ച് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അവർ മെഷീൻ ഷുഡ് റിക്വയർഡ് ഇൻസ്റ്റാൾഡ് ജാവ JDK. വൺസ് യു ലോഞ്ച്ഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇറ്റ് ഈസ് ടൈം ടു മെൻഷൻ JDK പാത്ത് ഇൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ. നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ JDKന്റെ പാത്ത് അതിൽ മെൻഷൻ ചെയ്യണം. Then check the component which are required to create application from the checkbox, and those components are Android Studio, Android SDK, Android Virtual Machine and Performance. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ചെക്ക് ചെയ്ത് വെക്കണം. സ്പെസിഫൈ ദ ലൊക്കേഷൻ ഓഫ് ലോക്കൽ മെഷീൻ പാത്ത് ഫ്രം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആൻഡ് ആൻഡ്രോയിഡ് SDK. പാത്ത് അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. സ്പെസിഫൈ ദ റാം സ്പേസ് ഫോർ ആൻഡ്രോയിഡ് എമുലേറ്റർ. എത്ര സ്പേസ് വേണം എന്നുള്ള റാം സ്പേസ് അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. അറ്റ് ദ ഫൈനൽ സ്റ്റേജ് ഇറ്റ് ഷുഡ് എക്സ്ട്രാക്ട് ദ SDK പാക്കേജ് ഇൻ ടു അവർ ലോക്കൽ മെഷീൻ. അതിനെ SDK പാക്കേജിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ആഫ്റ്റർ ഡൺ ഓൾ അബവ് സ്റ്റെപ്പ് പെർഫെക്റ്റ്ലി യു മസ്റ്റ് ഗെറ്റ് ഫിനിഷ് ബട്ടൺ and it going to be open Android Studio project with welcome to Android Studio message. നമ്മൾ എല്ലാ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പം നമുക്കൊരു മെസ്സേജ് വരും, വെൽക്കം ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നിട്ടുള്ള മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വരും. ദെൻ നമുക്ക് നമ്മൾ ആൻഡ്രോയിഡ് പ്രോജക്റ്റിന് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. യു ക്യാൻ സ്റ്റാർട്ട് യുവർ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ബൈ കോളിംഗ് സ്റ്റാർട്ട് എ ന്യൂ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്ട്. ഇത്രയാണ് ആൻഡ്രോയിഡ് സെറ്റിംഗ് അപ്പ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ളത് ജാവ JDKയും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ്. JDK ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. ദെൻ സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് ആപ്പ്. ഇതാണ് നമ്മളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ജാവ ഉണ്ട്, JavaC കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൈറ്റ് കോഡ് കിട്ടും. ഡോട്ട് ക്ലാസ് ഫോമിലാണ് ഉണ്ടാവുക. കമ്പൈലേഷൻ ഫോമിനകത്ത് ആൻഡ്രോയിഡ് റൺ ടൈം എക്സിക്യൂഷൻ ഉണ്ടാവും, classes.dex. ദെൻ ഇതൊരു പാക്കേജ് ആയിട്ടാണ് മാറുന്നത്. ഈ പാക്കേജ് നമ്മൾ .apk എന്ന് പറയും. അതിനകത്താണ് ആൻഡ്രോയിഡ് റൺ ടൈം എക്സിക്യൂഷൻ ഫയൽ ഉണ്ടാവും, XML ഉണ്ടാവും, ദെൻ അതുപോലെ തന്നെ റിസോഴ്സ് ഫയൽസ് ഉണ്ടാവും. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. ഇൻ ആൻഡ്രോയിഡ് ആൻഡ് ആപ്ലിക്കേഷൻ കണ്ടെയ്ൻ കമ്പൈൽഡ് ജാവ കോഡ്, ഡാറ്റ ഫയൽ ആൻഡ് റിസോഴ്സ് ഫയൽ യൂസ്ഡ് ബൈ ഈച്ച് ആപ്പ്. ഡാറ്റ ഫയൽസ് ഉണ്ടാവും, റിസോഴ്സ് ഫയൽ ഉണ്ടാവും, കമ്പൈൽഡ് ജാവ കോഡ് ഉണ്ടാവും ഓരോ ആപ്പിനകത്തും. ഓൾ ഓഫ് ദിസ് കം പാക്ക്ഡ് അപ്പ് ഇൻ ദ ഫയൽ ഡൊമിനേറ്റഡ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പാക്കേജ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരു പാക്ക് ചെയ്ത് ആ ഫിഗറിൽ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ക്ലാസ് ഫയലും XML ഫയലും അതുപോലെ തന്നെ റിസോഴ്സ് ഫയൽസിനുള്ള ഒരു പാക്ക് ആക്കിയിട്ടുള്ളത്. ഈ പാക്കേജിനെ
ഇതിനെയാണ് നമ്മൾ APK എന്ന് പറയുന്നത്. APK ആർ വേരിയന്റ് ഓഫ് JR ഫോർമാറ്റ്. JR ഫോർമാറ്റിലാണ് ഈ APK ഉണ്ടാവുക. To package an application, Java code is compiled, then compiled library are also included and all code is optimized so that it can be run inside Android runtime. ഇതിലവിടെ Java code compile ചെയ്തിട്ടുണ്ടാവും, എല്ലാ കോഡും ഒപ്റ്റിമൈസ് ചെയ്ത ഫോമിലാണ് ഉണ്ടാവുക. ഇതിനാണ് നമ്മൾ Android runtime എന്ന് പറയുന്നത്. Packages include file of data and resources such as image, media file, .xml files, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ ഉണ്ടാവും. ഇമേജ്, മീഡിയ ഫയൽസ് അതിൽ .xml files ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇമ്പോർട്ടൻറ്റ് ഫയൽ ഇൻ ദിസ് പാക്കേജ് ഈസ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് .xml. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലാണ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് .xml. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ പഠിക്കുന്നുണ്ട്. ആപ്സ് ആർ പാക്കേജ്ഡ് ബൈ യൂസിങ് ദ ടൂൾ AAPT. ഈ പാക്കേജ് ചെയ്തിരിക്കുന്ന ടൂളിനാണ് നമ്മൾ AAPT എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് അസറ്റ് പാക്കേജിംഗ് ടൂൾ ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആൻഡ്രോയിഡ് SDK. ഇത് ആൻഡ്രോയിഡ് SDKക്കകത്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പറഞ്ഞു ആൻഡ്രോയിഡ് SDK ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ അകത്ത് വരുമ്പോൾ. അപ്പോൾ അതിൽ ഈ AAPT പാക്കേജ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ബേസിക് കൈൻഡ്സ് ഓഫ് ആപ്സ്. 4 കൈൻഡ്സ് ഓഫ് ആപ്സ് ആണുള്ളത്. ഫോർഗ്രൗണ്ട് ആപ്പ്, എക്സിക്യൂട്ട് ഇൻ ഫോർഗ്രൗണ്ട്, അതായത് ഫോർഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആപ്സിനാണ് നമ്മൾ ഫോർഗ്രൗണ്ട് ആപ്സ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് ആപ്പ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ഇൻ ബാക്ക്ഗ്രൗണ്ട് ഇൻ എ സൈലന്റ് മാനർ. ദീസ് ടൈപ്സ് ഓഫ് ആപ്പ് യൂഷ്വലി വെയിറ്റ് ഫോർ എൻ ഇവന്റ് ടു ബി ജനറേറ്റഡ് ബൈ എനി ഹാർഡ്വെയർ. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്സ് ഇപ്പോൾ വാട്സപ്പ് ആണ്, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള ആപ്സിനെയാണ് നമ്മൾ ഫോർഗ്രൗണ്ട് ആപ്പ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാലാണ് ആ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഇന്റർമിറ്റന്റ് ആപ്പ്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് ദാറ്റ് ഹാവ് ഗ്രാഫിക്കൽ ഇന്റർഫേസ് വേർ ദ യൂസർ ക്യാൻ ഇന്ററാക്ട് വിത്ത് ദ ആപ്പ് ബട്ട് ഓൾസോ ലിസൺ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ ഇവന്റ്. അതായത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ആപ്പിനെയാണ് നമ്മൾ ഇന്റർമിറ്റന്റ് ആപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പം നോർമലി നോക്കുമ്പോൾ വാട്സപ്പിൽ ഫോർഗ്രൗണ്ട് ആപ്പാണ്, പക്ഷെ നമ്മൾ ഇപ്പോൾ വാട്സപ്പിലെ കാര്യങ്ങൾ സ്റ്റോറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കും കൂടെ അതിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇന്റർമിറ്റന്റ് ആപ്പ് എന്ന് പറയുന്നത്. ദെൻ വിഡ്ജറ്റ്. വിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്രാഫിക് ഇന്റർഫേസ് വിത്തിൻ ദ യൂസർ സ്ക്രീൻ. യൂസറിന്റെ സ്ക്രീനിൽ കാണുന്ന ഒരു സ്മോൾ ഗ്രാഫിക് ഇന്റർഫേസിനെയാണ് നമ്മൾ വിഡ്ജറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മളെ ബാറ്ററി ചാർജിങ് പെർസെൻറ്റേജ് ഒക്കെ കാണിക്കുമല്ലോ ഫോണിന്റെ, അതൊക്കെ വിഡ്ജറ്റ് ആണ്. അതൊരു സ്മോൾ ഗ്രാഫിക്കൽ ഇന്റർഫേസ് ആണ് യൂസേഴ്സിന്റെ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.